അതിർത്തിയിൽ വീണ്ടും പാക് പ്രകോപനം ഉണ്ടാകുന്നു എന്ന ഏറ്റവും പുതിയ വാർത്തയുണ്ട്. പുഞ്ചിലെ നിയന്ത്രണ രേഖയോട് ചേർന്ന് പാകിസ്ഥാൻ സൈന്യം പ്രകോപനമില്ലാതെ അതിർത്തി കടന്ന് വെടിവെപ്പ് നടത്തി. ഇന്ത്യൻ സൈന്യം ഉടനത് ഫലപ്രദമായി പ്രതിരോധിച്ചു എന്നുള്ള വിവരം കൂടിയുണ്ട്. 15 മിനിറ്റിലധികം വെടിവെപ്പ് തുടർന്നു. മനു ഭാരത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. മനു, ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇതാദ്യമായാണ് പാക് പ്രകോപനം എന്ന് വേണം മനസ്സിലാക്കാൻ. എന്താണ് സംഭവിച്ചത്? രഞ്ജിത്ത്, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഒരു വെടിനിർത്തൽ ധാരണ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടായിരുന്നു. പാകിസ്ഥാനിൽ നിന്ന് ആക്രമണം ഉണ്ടാകില്ല എന്ന ഒരു ഉറപ്പാണ് ഇന്ത്യക്ക് ലഭിച്ചിരുന്നത്. അതിനെ തുടർന്നാണ് ഈ തിരിച്ചടി ഒഴിവാക്കാൻ ഇന്ത്യ തീരുമാനിക്കുകയും ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാനെ ഒട്ടും വിശ്വസിക്കാൻ കഴിയില്ല എന്ന് എല്ലാ ഘട്ടത്തിലും പറഞ്ഞിരുന്ന ആ കാര്യം ഇപ്പോൾ വീണ്ടും ശരിയാകുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. 6:30 അതിർത്തിയിൽ വെടിവെപ്പുണ്ടായത്. മാൻകോട്ട് സെക്ടറിലാണ് പൂഞ്ച് അതിർത്തിയിൽ ഈ വെടിവെപ്പ് പാകിസ്ഥാനിൻ്റെ ഭാഗത്ത് ഉണ്ടായത്. ഒരു പ്രകോപനവുമില്ലാതെ സ്മോൾ ആംസും ആർട്ടിലറി, അതായത് പീരങ്കിയും ഉപയോഗിച്ചുള്ള ഫയറിംഗ് ആണ് നടന്നത്. നേരത്തെ സംഘർഷ സമയത്ത് ഈ പ്രദേശത്ത് ഇത് സമാനമായ രീതിയിൽ ആക്രമണം ഉണ്ടായിരുന്നു. ഏതാണ്ട് 15 മിനിറ്റോളം ആക്രമണമുണ്ടായി. ഈ ഘട്ടത്തിലാണ് സൈന്യം ശക്തമായി തിരിച്ചടിച്ചത്. തുടർന്ന് പിന്നീട് അവർ പിൻവാങ്ങിയതായുള്ള ഒരു വിവരം കൂടി പുറത്തു വരുന്നു. 15 മിനിറ്റോളം നീണ്ടുനിന്ന ഈ ആക്രമണം ഒരു തരത്തിലുള്ള പ്രകോപനവും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിലാണ് വന്നത് എന്ന് വ്യക്തമാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ആദ്യമായാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. അത് വളരെ ഗൗരവത്തോടു കൂടി രാജ്യം എടുക്കും. തുടർന്ന് ഇനി ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് തമ്മിൽ സംവദിക്കുമ്പോൾ ഈ വിഷയം ഉയർത്തുകയും ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് ഇപ്പോൾ വന്നിരിക്കുന്നത് പ്രധാനമായും സ്മോൾ ആംസ് ഫയറിംഗ് ആണ് നടന്നിരിക്കുന്നത്. റൈഫിലുകളും അതുപോലെ ആർട്ടിലറികളും ഉപയോഗിച്ചു, അതായത് പീരങ്കിയും ഉപയോഗിച്ചുള്ള ഫയറിംഗ് നടന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഇതിന് പക്ഷേ സൈന്യം ശക്തമായ തിരിച്ച് മറുപടി കൊടുക്കുകയും അത് പിൻവാങ്ങേണ്ട ഒരു സാഹചര്യം പാകിസ്ഥാന് 15 മിനിറ്റിൽ ഉണ്ടാകുകയും ചെയ്തു എന്നത് വ്യക്തമാണ്. പെഹൽഗാം സംഭവത്തിന് ശേഷം ഇരു രാജ്യങ്ങളും കൂട്ടായി ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു. ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നാണ് ആദ്യം തങ്ങൾ ഇനി പ്രകോപനങ്ങൾ സൃഷ്ടിക്കില്ല, ഇനി അതിർത്തിയിൽ പ്രശ്നങ്ങൾക്ക് ഇല്ല എന്ന്, തങ്ങളുടെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകിയത്. അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് തിരിച്ചൊന്നും ഉണ്ടാകില്ല, പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കാനുള്ള നിർദ്ദേശം അന്ന് തന്നെ പ്രധാനമന്ത്രി നൽകിയിരുന്നു. അതിനുശേഷം കേന്ദ്രമന്ത്രി അമിത്ഷായും ഈ അതിർത്തി കേന്ദ്രങ്ങളിലുള്ള ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളിൽ സന്ദർശനം നടത്തുകയും അവിടെയുള്ള ഈ ഈസ്റ്റേൺ കമാൻഡിലും അതുപോലെ തന്നെ വെസ്റ്റേൺ കമാൻഡിലുമൊക്കെയുള്ള ഉദ്യോഗസ്ഥർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ നോർത്ത് വെസ്റ്റേൺ കമാൻഡുകളുടെ നേതൃത്വത്തിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകണം എന്ന് നേരത്തെ തന്നെ നൽകിയിട്ടുള്ള നിർദ്ദേശം ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നു. ശക്തമായി സൈന്യം തിരിച്ചടിച്ചിരിക്കുന്നു. അപ്പോൾ നിയന്ത്രണ രേഖയിൽ ഇപ്പോൾ ഫയറിംഗ് ഇല്ല എന്ന ഒരു വിവരം. 15 മിനിറ്റോളം ഫയറിംഗ് നീണ്ടു. അതിനുശേഷം ഇന്ത്യൻ സൈന്യത്തിന്റെ തിരിച്ചടിയിൽ ഭയന്ന് പാക് സൈന്യം പിന്മാറി എന്നുള്ളതാണ്. മറ്റ് കാഷ്വാലിറ്റീസ് അങ്ങനെ എന്തെങ്കിലും, നമ്മുടെ സൈനികർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരിക്ക്, അത്തരം കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ? ഒരു പരിക്കും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സ്മോൾ ആംസ് ഫയറിംഗ് അപ്പുറത്തുണ്ടായ ഘട്ടത്തിൽ തന്നെ അത് പ്രതിരോധിക്കാനുള്ള നീക്കം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഈ മാൻകോട്ട് സെക്ടറിൽ ഉണ്ടായി എന്നാണ് വ്യക്തമാകുന്നത്. അപ്പോൾ നേരത്തെ ഈ 2021 ഫെബ്രുവരിയിൽ ഒരു ഇന്ത്യ പാകിസ്ഥാൻ സീസ് ഫയർ നെഗോഷിയേഷൻസ് ഉണ്ടായിരുന്നു, വെടിനിർത്തൽ ധാരണകൾ ഉണ്ടായിരുന്നു. അത് പിന്നീട് പല ഘട്ടങ്ങളിൽ പാകിസ്ഥാൻ ഇതുപോലെ അത് പ്രകോപനമില്ലാതെ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് വെടിനിർത്തൽ കരാർ ലംഘനങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം, ഇന്ത്യ ഈ തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിച്ചപ്പോൾ പാകിസ്ഥാൻ ഇങ്ങോട്ടേക്ക് സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് ആക്രമണം തുടരുകയും അതിന് ശക്തമായി തിരിച്ചടി നൽകുകയും ഒക്കെ ചെയ്ത ഘട്ടത്തിൽ വലിയ നാശനഷ്ടം പ്രത്യേകിച്ച് വ്യോമതാവളങ്ങളിൽ ഉണ്ടായ ഘട്ടത്തിലാണ് പാകിസ്ഥാൻ തങ്ങൾ ഇനി പ്രകോപനത്തിനില്ല, ഇനി വെടിവെപ്പിനില്ല, സമാധാനം ആഗ്രഹിക്കുന്നു എന്ന തരത്തിലൊക്കെയുള്ള അവകാശവാദങ്ങളുമായി രംഗത്ത് വന്നത്. ആ ഘട്ടത്തിൽ ഇന്ത്യയും ഈ യുദ്ധം തുടരാൻ ഇന്ത്യയും ആഗ്രഹിക്കുന്നില്ല. അതിർത്തി സംരക്ഷിക്കുക എന്നത്, രാജ്യത്തിൻ്റെ പരമാധികാരം സംരക്ഷിക്കുക എന്നത്, ഇന്ത്യയുടെ മണ്ണും ഇവിടുത്തെ മനുഷ്യരെയും സംരക്ഷിക്കുക എന്നുള്ളത് സൈന്യത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. പക്ഷേ അപ്പുറത്ത് നിന്ന് ആക്രമണം ഉണ്ടായില്ലെങ്കിൽ യാതൊരു കാരണവശാലും ഇന്ത്യ പ്രത്യാക്രമണം നടത്തില്ല എന്ന ഒരു ഉറപ്പ് ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായി. അങ്ങനെയാണ് ഒരു വെടിനിർത്തൽ ധാരണ ഉണ്ടായത്. പക്ഷേ അതിനുശേഷം ദീർഘനാൾ ശാന്തമായ ഒരു സാഹചര്യം വന്നപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ സംഘർഷം കുറഞ്ഞു എന്ന് പൊതുവെ ഒരു ധാരണയുണ്ടായി. പക്ഷേ പാകിസ്ഥാനെ അത്ര കണ്ട് വിശ്വസിക്കരുത് എന്ന ഒരു നിലപാട് നേരത്തെ തന്നെ ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷവും രാജ്നാഥ് സിംഗും അതുപോലെ കേന്ദ്രമന്ത്രി അമിത്ഷായും
ഒപ്പം പ്രധാനമന്ത്രിയുമൊക്കെ ഈ പല സൈനിക കേന്ദ്രങ്ങൾ സന്ദർശിക്കുകയും അവിടുത്തെ മേധാവി കേന്ദ്രങ്ങളിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർക്കും മേധാവികൾക്കും ഏതൊരു ആക്രമണം വന്നാലും ശക്തമായി തിരിച്ചടിക്കാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനും ഇതിൻ്റെ കേന്ദ്രങ്ങളും പ്രധാനമന്ത്രി അവരെയൊക്കെ നേരിട്ട് ബന്ധപ്പെടുകയും ഈ വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള തിരിച്ചുപോക്കിൻ്റെയും ആവശ്യമില്ല, ആ ഘട്ടം എങ്ങനെ അപ്പുറത്തു നിന്ന് ആക്രമണം ഉണ്ടാകുന്നു അതിന് ഉചിതമായ രീതിയിലുള്ള മറുപടി കൊടുക്കാൻ മറ്റൊരു ഉത്തരവും കാത്തു നിൽക്കേണ്ട എന്ന കൃത്യമായ നിർദ്ദേശം കൊടുത്ത് അദ്ദേഹം പലവട്ടം വ്യക്തമാക്കിയിരുന്നു. അത് സൈന്യം ചെയ്യുമെന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്തിരിക്കും. ഏതായാലും 6:30യോടുകൂടിയാണ് പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു ആക്രമണം ഉണ്ടായത്. അത് 15 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് ഇപ്പോൾ ഒരു ആശ്വാസത്തിന് വക നൽകുന്നു. പക്ഷേ തുടർന്നും ഈ അതിർത്തി നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്തു നിന്നുള്ള ഇത്തരം ആക്രമണങ്ങൾ പാക് സൈന്യം നടത്തും എന്ന് കരുതിയിരിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്ന് വ്യക്തമാവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ അതിർത്തി പ്രദേശങ്ങളിൽ സൈന്യം കൂടുതൽ ജാഗ്രത പുലർത്താനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. രഞ്ജിത്ത്, അതാണ് ഏറ്റവും പുതിയ സാഹചര്യം. അതിർത്തിയിലാണ് ഈ പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. പൂഞ്ച് മേഖലയിൽ KG സെക്ടറിലാണ് ഇത്തരത്തിൽ സ്മോൾ റൈഫിൾസ് ഉപയോഗിച്ചുള്ള ഫയറിംഗ് ഉണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ തിരിച്ചടി ഉണ്ടായിരുന്നു. അതിനുശേഷം അതിർത്തിയിൽ കാര്യങ്ങൾ ശാന്തമായിരുന്നു. അത്രത്തോളം വലിയ തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതിനുശേഷം ഓപ്പറേഷൻ സിന്ദൂറിൽ അല്ലെങ്കിൽ അവിടെ പങ്കെടുത്ത ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഭീകരന്മാരെ 3 പേരെയും ഇന്ത്യ കൊന്ന പശ്ചാത്തലം ഉണ്ടായിരുന്നു. അത് ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാക്കുകയും മറ്റും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ഒളിച്ചിരുന്ന ഭീകരന്മാർ അല്ലെങ്കിൽ ഒളിച്ചിരുന്ന ആളുകളെ തിരയുന്നതിനുള്ള കൂടുതൽ ശ്രമങ്ങൾ നമ്മുടെ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ട് എന്നുള്ളതാണ്. മറ്റ് തീവ്രവാദ ആക്രമണങ്ങളോ മറ്റൊന്നും കശ്മീരിൽ കുറേ നാളുകളായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ഒരു പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ശക്തമായി കരസേന തിരിച്ചടിക്കുകയും ചെയ്തു. മനു ഭരതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്.